So let's see how to derive shape factor for an unsymmetric eye section shown in figure. So this is our unsymmetric eye section having the dimensions as shown in the figure. 250 is the flange width of the upper flange, and the lower flange is having a width 400, and the depth of both the flanges are 50, and the web portion is having a depth of 200 and thickness 50 or width 50. So we have to find out the shape factor for this unsymmetric eye section. So first of all, we have to find out the position of the elastic neutral axis for the calculation of my. Yield moment calculate cheyanengil namukku neutral axis inde elastic neutral axis inde position ariyanam. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കാം. So y bar is equal to a1 y1 plus a2 y2 plus a3 y3 divided by a1 plus a2 plus a3. So here a1 is equal to 250 into 50, a2 is equal to 200 into 50, a3 is equal to 400 into 50, and y1 from the top ആണെങ്കിൽ 50 by 2 25, value of y1 from the top, and value of y2 from the top ഈ ഒരു web portion ന്റെ ഏരിയയുടെ centroid is at a distance 50 plus 200 by 2 from the top. And for the third area, അതായത് താഴത്തെ flange portion ന്റെ y value എന്ന് പറയുന്നത് from the top, മേലേന്ന് ഈ ഏരിയയുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് 50 plus 200 plus 50 minus 50 by 2. 50 plus 200 plus 50, 300 minus 25. So a1 y1 plus a2 into y2 plus a3 into y3 all divided by a1 plus a2 plus a3. So we got the position of neutral axis, elastic neutral axis from the top. It is at a distance 172.06 mm from the top. So this is our this is the position of the elastic neutral axis at a distance 172.06 from the top. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ഏരിയാസ് ആയിട്ടാണ് എടുക്കുന്നത്. ടോപ്പ് ഫ്ലേഞ്ച് പോർഷൻ, വെബ് പോർഷൻ ആൻഡ് ദ ബോട്ടം ഫ്ലേഞ്ച് പോർഷൻ. ഓരോ ഏരിയയുടെയും ഐ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെക്ഷൻ്റെ ഐ വാല്യൂ കിട്ടും. സോ ഐ ബൈ വൈ മാക്സ് ആണ് നമ്മുടെ section modulus value. Section modulus into yield stress will give the value of yield moment. So here a1 is equal to 250 into 50, and y1 is nothing but distance of the centroid to the neutral axis, centroid of the area a1 and the neutral axis. So it is nothing but 172.06 minus 25. So that is y1, and a2 is 200 into 50, and y2 is nothing but 172 minus 150. ഈ ഒരു ന്യൂട്രൽ ആക്സിസും ഈ വെബ് പോർഷൻ്റെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. വെബ് പോർഷൻ്റെ സെൻട്രോയിഡൽ ഡെപ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്തിൻ്റെ പകുതിയിലാണ് വരുന്നത്. സോ ടോട്ടൽ ഡെപ്ത് 300 ആണ്. സോ 172.06 മൈനസ് 150, ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ a2ൻ്റെ സെൻട്രോയിഡും ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ളത്. അതുപോലെ a3ൻ്റെ കേസിൽ a3 is equal to 400 into 50, and y3 എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് നിന്ന് 172.06 മൈനസ് ചെയ്യുന്നു. ഈ ഒരു ഡെപ്ത് നിന്ന് ടോട്ടൽ ഡെപ്ത് നിന്ന് 172.06 മൈനസ് 25 എന്നുള്ള രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ 172.06 പ്ലസ് ഈ റിമൈനിങ് ഡെപ്ത് പ്ലസ് 25 എന്നുള്ള രീതിയിൽ ചെയ്യാം. or else 50 plus 200 plus 25 minus 172.06. So 50 plus
200 plus 25 minus 172.06. That is the value of y3. So we got the values of a1, y1, a2, y2 and a3 and y3. So you can substitute these in the I value, for calculating the I values. So I1 is equal to BDQ by 12 plus A1 Y1 square ഉണ്ട് അത് please note the correction. A1 Y1 square അതുപോലെ ഇവിടെ A2 Y2 square അതുപോലെ ഇവിടെ A3 Y3 square. So ഇവിടെ ഓരോ ഏരിയാസിനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്മുടെ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ കിട്ടും. അത് യൂഷ്വലി നിങ്ങൾ MOSൽ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അടുത്തത് വൈമാക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ വൈമാക്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും അതിന് ഏറ്റവും ദൂരെയുള്ള ഫൈബറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ഇവിടെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫിലും കൂടുതൽ വരുന്നത് 172.06 ആണ്. അപ്പം കൂടുതൽ വൈമാക്സിൻ്റെ വാല്യൂ 172.06 തന്നെയാണ് വരിക. കാരണം ടോപ്പിലുള്ള ഏറ്റവും ദൂരെയുള്ള ഫൈബർ തന്നെയാണ് നമ്മുടെ ഫാറസ്റ്റ് ഫൈബർ. സോ വൈമാക്സ് ഇസ് ഈക്വൽ ടു 172.06. So അങ്ങനെയാണെങ്കിൽ my is equal to fy into I by ymax. Already we got the value of I. Then substitute the value of ymax. Then we will be getting the value of my in terms of fy. Fy നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് my നമുക്ക് yield stressന്റെ ടേംസിലാണ് കിട്ടുക, yield momentന്റെ വാല്യൂ. So you can keep fy as such. Next is the calculation of plastic moment MP. For that we need to find out the position of plastic neutral axis. We know that plastic neutral axis divides the area into two equal halves. So അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ plastic neutral axis ന്റെ പൊസിഷൻ ഇതാണെങ്കിൽ that is at a distance yp from the top. ഇത് വെബ് പോർഷനിലാണ് വരുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. at a distance yp from the top. ഇതാണ് നമ്മുടെ plastic neutral axis ന്റെ പൊസിഷൻ. As plastic neutral axis divides the section equally into two equal areas, a1 plus a2 should be equal to a3 plus a4. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ ഏരിയാസും ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ ഏരിയാസും കണ്ടുപിടിക്കണം. And a1 plus a2 is equal to a3 plus a4 as plastic neutral axis divides the section into two equal areas. And here a1 is equal to 250 into yp minus 100. ഇത് ടോട്ടൽ ഡെപ്ത് 200 ആണെങ്കിൽ അതിനകത്തുനിന്ന് ഹാഫ് ദ ഡെപ്ത് പോയി കഴിയുമ്പോഴാണ് ഈ ഒരു ചെറിയ പോർഷൻ്റെ ഡെപ്ത് കിട്ടുന്നത്. സോ yp മൈനസ് 100. ദാറ്റ് ഇസ് ഏരിയ A1 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഏരിയ A1 എന്ന് പറയുന്നത് 250 into 50 ആണ്. ഞാൻ ഈ ഷെയ്ഡിങ് ചെയ്തിട്ടുള്ള പോർഷൻ്റെ ഏരിയ A1 എന്ന് പറയുന്നത് 250 into 50 ആണ്. അതുപോലെ ഇനി A2 ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ A2ൻ്റെ ഏരിയ എന്ന് പറയുന്നത് yp മൈനസ് 50 ആണ്. ഈ ഒരു പോർഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് yp മൈനസ് 50, ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് yp മൈനസ് 50 ഇൻറ്റു 50. അതുപോലെ A3ൻ്റെ ഏരിയ എന്ന് പറയുന്നത് 50 ഇൻറ്റു, അതായത് ഈ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ചെക്സ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 ആണ്. ഇനി ഈ ഒരു ഡെപ്ത് ആണ് വേണ്ടത്. ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് നിന്ന് 50 മൈനസ് ചെയ്യുക, അതുപോലെ yp മൈനസ് ചെയ്യുക. ഈ ഒരു ഡെപ്ത് ആണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ ഡെപ്ത് നിന്ന് ഈ ഒരു 50 മൈനസ് ചെയ്യുക പ്ലസ് ഈ yp മൈനസ് ചെയ്യുക. സോ ടോട്ടൽ ഡെപ്ത് 300 ആണ്. 300 മൈനസ് yp മൈനസ് 50, അതാണ് ഈ ഒരു ഡെപ്ത്. സോ ദാറ്റ് ഡെപ്ത് ഇൻറ്റു 50, അതാണ് A3 എന്ന് പറയുന്ന ഏരിയ. അതുപോലെ A4 എന്ന് പറയുന്ന ഏരിയ 400 ഇൻറ്റു 50 ആണ്. അപ്പോൾ നമുക്ക് അറിയാം A1 പ്ലസ് A2 is equal to A3 പ്ലസ് A4. അങ്ങനെയാണെങ്കിൽ
നമ്മൾ ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് YPന്റെ വാല്യൂ കിട്ടും. YP ഈസ് ഈക്വൽ ടു 225 mm എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 225 mm ഫ്രം ദ ടോപ്പ്. സോ ഇതാണിപ്പം പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ 225 mm ഫ്രം ദ ടോപ്പ്. അപ്പോൾ വീണ്ടും ആ ഏരിയാസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുകയാണ്. സോ A1 is equal to 250 into 50. Y1 is equal to 225 minus 25. ഈ Y1 എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഏരിയ A1ന്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഏരിയ A1ന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് 25 mm താഴെയാണ്. സോ 225 മൈനസ് 25 ആണ് Y1ന്റെ വാല്യൂ. അടുത്തതായിട്ട് ഈ ഏരിയ A2 എന്ന് പറയുന്ന ഷെയ്ഡ് ചെയ്യാത്ത പോർഷന്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ 50 ഇൻറ്റു ദിസ് ഡെപ്ത്. ദിസ് ഡെപ്ത് ഇസ് നത്തിങ് ബട്ട് 225 മൈനസ് 50. സോ 50 ഇൻറ്റു 225 മൈനസ് 50 ആണ് A2 എന്ന് പറയുന്ന ഏരിയ. ആൻഡ് Y2 ഇസ് ഈക്വൽ ടു ദിസ് ഡെപ്ത് ഡിവൈഡഡ് ബൈ 2. അതായത് A2ന്റെ സെൻട്രോയിഡും നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. വിച്ച് വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് 225 minus 50 divided by 2. So 225 minus 50 divided by 2, that is the value of Y2. Next is A3. A3 എന്ന് പറയുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ. ഈ A3യുടെ ഏരിയ എന്ന് പറയുന്നത് 50 into this depth. This depth is nothing but 250 plus 50 minus 225. So area A3 is equal to 50 into 200 plus 50 minus 225. So that is the area A3. And Y3 ന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഈ A3 എന്ന് പറയുന്ന ഏരിയയുടെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 50 പ്ലസ് 200 മൈനസ് 225. ഈ ഒരു ഡെപ്തിന്റെ ഹാഫ് ആണ്. സോ 50 പ്ലസ് 200 മൈനസ് 225. That total divided by 2. So that is the value of Y3. Y3 is equal to 200 plus 50 minus 225 divided by 2. Next is the area A4. Area A4ന്റെ ഏരിയ എന്ന് പറയുന്നത് 400 into 50 ആണ്. അതുപോലെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഈ A4ന്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y4. This depth plus 25 ആണ്. Y4ന്റെ വാല്യൂ എന്ന് പറയുന്നത് this depth of this portion plus 25. So the depth of this portion is nothing but 200 plus 50 minus 225. So 200 plus 50 minus 225 plus 25. That is the value of Y4. So now all these values I have noted here. A1, Y1, A2, Y2, A3, Y3 and A4, Y4. Now the value of plastic moment. MP is equal to Fy into sigma Ay. That means Fy into in bracket A1 Y1 plus A2 Y2 plus A3 Y3 plus A4 Y4. So substituting the values of A1, Y1, A2, Y2, A3, Y3 and A4 Y4, the value of MP is this value in terms of Fy. This is the value 4281250 Fy Newton mm. അപ്പോൾ നമുക്ക് MP വാല്യൂ FYന്റെ ടേംസിൽ yield സ്ട്രെസ്സിന്റെ ടേംസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ MYന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ അതേ yield സ്ട്രെസ്സിന്റെ ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നൗ ഷേപ്പ് ഫാക്ടർ S is equal to MP by MY. So substitute the values of MP and MY, then S is equal to 1.397 for the unsymmetric eye section with the above dimensions.